ഉപഭോക്തൃ വില നിലവാരം 2012 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ. ഒക്ടോബർ 2025 ഉപഭോക്തൃ വില നിലവാരം 0.25%, അതായത് 0.25% താണിരിക്കുന്നു. കോവിഡ് കാലത്തൊക്കെ 10%, 12%, ഈ തരത്തിലൊക്കെ 10% മുകളിലും ഒക്കെ ആയിരുന്നതാണ്. ആ ഉപഭോക്തൃ വില നിലവാരമാണ് ഇപ്പോൾ ഇങ്ങനെ 0.25% താണിരിക്കുന്നത്. പക്ഷെ അങ്ങനെ താണിരിക്കുമ്പോഴും കേരളത്തിലെ ഉപഭോക്തൃ വില നിലവാരത്തില് ഈ താഴ്ചകളൊന്നും നമുക്ക് കാണാനില്ല. എന്താണ് കേരളത്തിലെ വില നിലവാരം? ഓൾ ഇന്ത്യ തലത്തില് 0.25 ആണ് ഉപഭോക്തൃ വില നിലവാരം ആണ്. ഗ്രാമങ്ങളിൽ 0.25 ഓൾ ഇന്ത്യ തലത്തില്. അതേസമയത്ത് നഗരങ്ങളിൽ 0.88%. കേരളത്തിലേക്ക് വന്നാലോ, ആകെ അതായത് കേരളത്തിലെ ശരാശരി ഉപഭോക്തൃ വില നിലവാരം 8.56%. നോക്കണം, ഓൾ ഇന്ത്യ തലത്തിൽ 0.25% മാത്രമുള്ളപ്പോൾ കേരളത്തിൽ ശരാശരി ഉപഭോക്തൃ വില നിലവാരം 8.56%. ഗ്രാമങ്ങളിൽ 6.51%, നഗരങ്ങളിൽ 9.64%. അതിന്റെ ശരാശരിയാണ് 8.56% എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു താരതമ്യത്തിൽ നമ്മൾ അന്തം വിട്ടുപോകും. അതായത് 0.25% ആണ് ഓൾ ഇന്ത്യ തലത്തിലെ വില നിലവാരം. കേരളത്തിൽ മാത്രം 8.56% വില നിലവാരം. അതായത് 25 പൈസയ്ക്ക് ഡൽഹിയിൽ വാങ്ങാൻ പറ്റുന്ന സാധനം കേരളത്തിൽ വാങ്ങണമെങ്കിൽ 8 രൂപ 56 പൈസ കൊടുക്കണം എന്നർത്ഥം. അതാണ് ഈ വില നിലവാരത്തിലെ വ്യത്യാസം. അപ്പൊ എത്ര ഇരട്ടി വിലയാ നമ്മൾ മലയാളികൾ കൊടുക്കേണ്ടി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്രയധികം വിലക്കയറ്റം? നമുക്ക് നോക്കാം. അതിനു മുൻപ് ഈ ഓൾ ഇന്ത്യ തലത്തിലുള്ള വിലക്കയറ്റം ഇത്ര താഴ്ന്നത് എങ്ങനെ? അതായത് 2012 ശേഷം ഇത്ര വില താഴ്ന്ന വർഷങ്ങളില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് ശരിയാണോ, അത് തെറ്റാണോ? ഇതൊക്കെ ഒന്ന് ആലോചിക്കണമല്ലോ. ചുമ്മാ നമ്മൾ കേൾക്കുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല. അതിന്റെ ന്യായാന്യായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കള് നമ്മളെ ഇതുപോലെയുള്ള കള്ളക്കണക്കുകൾ പറഞ്ഞ് വിഡ്ഢികളാക്കും. അങ്ങനെ വിഡ്ഢികളാക്കി പെടേണ്ടവരല്ല വോട്ടേഴ്സ് എന്ന് നമ്മൾ, അതായത് പൗരന്മാരുടെ താല്പര്യമനുസരിച്ച് ഭരിക്കേണ്ടവരാണ് ഭരണകർത്താക്കൾ. അതിനനുസൃതമായ രീതിയിൽ ആണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. അങ്ങനെയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന 0.25% എന്ന് പറയുന്ന തലത്തിലുള്ള വില നിലവാരം. അപ്പൊ 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഇന്ത്യൻ കുടുംബങ്ങളുടെ ആസ്തിയിൽ പറയുന്നു. അതായത് ഇന്ത്യൻ കുടുംബങ്ങളുടെ ആസ്തിയെ പറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് 2025. അതിൽ പറയുന്നത് 2019 2025 ഇടയ്ക്ക് ഉള്ള കാലഘട്ടത്തിൽ ആസ്തിയുടെ വളർച്ച 48%. അതായത് 2019 കോവിഡ് കാലം, കോവിഡിന്റെ ലോക്ക്ഡൌൺ പീരീഡും അതിനുശേഷമുള്ള കഷ്ടകാലങ്ങളും എല്ലാം ചേർന്ന ആ കാലഘട്ടം 2019 2025 ഇടയ്ക്കുള്ള ആസ്തിയുടെ വളർച്ച 48% അത്രേ. അതേ സമയത്ത് ഇതേ കാലയളവിലെ ബാധ്യതകളുടെ വളർച്ച എന്ന് വെച്ചാൽ കടം വാങ്ങിക്കുന്നതും മറ്റതുപോലെയുള്ളതും ഒക്കെ ബാധ്യതകളുടെ വളർച്ച എത്ര ശതമാനമാണ്? 102%. അപ്പോ എത്രയാണെന്ന് നോക്കണം. 48% വരുമാന വർധനവ് ഉണ്ടാകുമ്പോൾ 102% ചെലവ് വർധനവ് ഉണ്ടാവുക. അപ്പൊ എങ്ങനെയിരിക്കും ഒരു ഇന്ത്യക്കാരന്റെ പർച്ചേസിങ് പവർ? കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ വല്ലതും വാങ്ങിച്ച്, ആഹാരമാകട്ടെ, വസ്ത്രമാകട്ടെ, എന്തുമാകട്ടെ, കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ, വരുമാനം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഈ വരുമാനത്തിന്റെ വളർച്ചയെ പറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പഠനം കാണിക്കുന്നത്. അതായത് വരുമാനം 48% മാത്രം വർദ്ധിച്ചപ്പോഴാണ് ഈ ചെലവ്, അതായത് ബാധ്യതകൾ 102% വർദ്ധിച്ചു. അതായത് ബാധ്യതകൾ ഇപ്പൊ ആഹാരം, വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമുള്ള ചെലവുകൾ കടം വാങ്ങിയോ എങ്ങനെയാണെങ്കിലും നിർവഹിച്ചേ പറ്റൂ. രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചേ പറ്റൂ. സ്കൂളിൽ പോകുന്നെങ്കിൽ ഫീസ് കൊടുത്തേ പറ്റൂ.
അങ്ങനെയുള്ള ഒരുപാട് നിർബന്ധിത ചെലവുകൾ വരുന്നു. ആ ചെലവുകൾക്കൊക്കെ പെട്ടെന്ന് ചെലവുകൾ വർദ്ധിക്കുന്നു. അതേ സമയത്ത് ആസ്തിയുടെ വർധനവ് വളരെ പതുക്കെ ഒച്ചിഴയുന്ന സ്പീഡിലാണ് എന്നാണ് റിസർവ് ബാങ്കിന്റെ കണ്ടെത്തല്. നമ്മൾ പൊതുവെ വിദഗ്ധർ പറയുന്നത് ഈ പണപ്പെരുപ്പം, അതായത് 0.25 ആണ് ഉപഭോക്തൃ വില നിലവാരം എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻഡെക്സ്, പ്രൈസ് ഇൻഡെക്സ്, ഉപഭോക്തൃ വില നിലവാര ഇൻഡെക്സ് സൂചിക പ്രിപ്പയർ ചെയ്യുന്നതിന് അത്ര ശരിയല്ലാത്ത മാനദണ്ഡങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വില ഇങ്ങനെ 0.25ലേക്ക് പോയിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠനം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു വില നിലവാരത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ്, അതായത് ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും പാനീയങ്ങൾക്കും മാത്രമാണ് ആ ഇൻഡെക്സ് 100, ആ ഇൻഡെക്സിന്റെ വാല്യൂ 100 എന്ന് വെച്ചാൽ അതിൽ 46% മൂല്യവും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും പാനീയങ്ങൾക്കും മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തെല്ലാം സാധനങ്ങൾ വരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വരുന്ന ഇന്ധനം എന്ന് വെച്ചാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ഒരു സാധാരണ തരത്തിലൊരു സ്കൂട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് പോകുന്നവര് അതിന് വേണ്ടി വരുന്ന പെട്രോളിയം ചെലവ്, അത് മാത്രമാണോ? നമ്മൾ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചോളൂ, ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെന്ന് വെച്ചോളൂ, ഏതാണെങ്കിലും അതൊക്കെ പെട്രോളോ ഡീസലോ ഒക്കെ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളാണ്. അപ്പൊ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇന്ധനച്ചെലവ്, ആ ഇന്ധനച്ചെലവെല്ലാമാണ് ബസ് ഫെയർ ആയിട്ട്, ട്രെയിൻ ഫെയർ ആയിട്ട് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ് ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ. അങ്ങനെ ഇരിക്കെ അതിനെ ഒന്നും ഈ ഉപഭോക്തൃ വില നിലവാരത്തിൽ വലിയ വെയിറ്റേജ് കൊടുക്കാതെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ പാനീയങ്ങൾക്കും, ബിവറേജസ് ആൻഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഈ രണ്ട് കൂട്ടത്തിനാണ് 46% വെയിറ്റ് ഇട്ടിരിക്കുന്നത്. അത് തന്നെയാണ്, അതായത് ഇങ്ങനെ ഒരു വില നിലവാരം കണ്ടെത്തുന്ന രീതി, ആ രീതി തന്നെ തെറ്റാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പൊ അങ്ങനെ കണ്ടെത്തിയതാണ്, ആ കണ്ടെത്തലിൽ തെറ്റുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ കണ്ടെത്തലിലെ തെറ്റ് എത്ര വരെ പോയിട്ടുണ്ടെന്ന് നമുക്ക് ഒന്നോടെ നോക്കാം. അതായത് ഇന്ത്യയുടെ ശരാശരി 0.25 ആണ്, കേരളത്തിന്റെ 8.56 ആണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളുടെ നോക്കാം, എല്ലാ സംസ്ഥാനങ്ങളും എങ്ങനെയാണെന്ന്. കേരളത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഏതാനും സംസ്ഥാനങ്ങളുണ്ട്, അതായത് ഉപഭോക്തൃ വില ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. 2ാം സ്ഥാനത്ത് കർണാടകയാണ്. കർണാടകയെ 2.34% ഉപഭോക്തൃ വില സൂചിക. 3ാമത് പഞ്ചാബാണ്. പഞ്ചാബിൽ 1.81%. ഹിമാചൽ പ്രദേശാണ് 4ാമത്, 1.24%. അപ്പോൾ ഈ 1ാം സ്ഥാനം കഴിഞ്ഞ് 4ാം സ്ഥാനം വരെ ഉള്ളവയൊക്കെ വളരെ ലോ പ്രൈസ് ഇൻഡെക്സ് തന്നെയാണ്. കേരളത്തിന്റെ പോലെ ഉയർന്ന ഇൻഡെക്സ് അല്ല. കർണാടക മാത്രം 2, ബാക്കിയുള്ളതൊക്കെ 2ൽ താഴെ അങ്ങനെയാണ്. എന്നാൽ ഇനി നെഗറ്റീവായിട്ടുള്ള പ്രൈസ് ഇൻഡെക്സ് ഉള്ള സംസ്ഥാനങ്ങളും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. 12 സംസ്ഥാനങ്ങളിൽ ഈ പ്രൈസ് ഇൻഡെക്സ്, അതായത് ഉപഭോക്തൃ വില സൂചിക നെഗറ്റീവ് ആണ്, എന്ന് വെച്ചാൽ 0ന് താഴെയാണ്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളെ, എല്ലാ സംസ്ഥാനങ്ങളും ഞാൻ പറയുന്നില്ല. ഏറ്റവും താഴെയുള്ള 3 സംസ്ഥാനങ്ങളുടെ പറയാം. മധ്യപ്രദേശ് -1.62, ഉത്തർപ്രദേശ് -1.71, ബീഹാർ -1.97. ഈ 3 ഏറ്റവും താഴ്ന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉള്ള സംസ്ഥാനമാണ് ബീഹാർ. അവിടെ -1.97% ആണ് ഉപഭോക്തൃ വില നിലവാരം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, കേരളവും ബീഹാറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വെറുതെ ആണോ? ബീഹാറിലെ പുരുഷന്മാരിൽ നല്ലൊരു ഭാഗം കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് പണം വാങ്ങിച്ച് അങ്ങനെയാണ് ഇത്രയെങ്കിലും അവര് മെച്ചപ്പെട്ടത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ ഓർക്കണം, ഇപ്പോഴത്തെ ബീഹാറിലെ ഇലക്ഷനില് 1.5 കോടി സ്ത്രീ വോട്ടർമാരുണ്ട്. ഈ 1.5 കോടി സ്ത്രീ വോട്ടർമാർക്കും 10,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറയുക മാത്രമല്ല, ഇലക്ഷന് മുൻപ് തന്നെ കൊടുക്കുകയും ചെയ്തു. ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് വിലയ്ക്ക് വാങ്ങിയാണ്
BJP NDA സഖ്യം അവിടെ ഭരണം നേടിയെടുത്തത്. അതിനെതിരെ ഒരുപാട് എന്താ പറയുക ബഹളങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഡെമോക്രസിയുടെ പരാജയം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ആകുലപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബീഹാറികളുടെ വോട്ട് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റിയത്? കാരണം അവരുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ പർച്ചേസിംഗ് പവർ വില, അതായത് ഉപഭോക്തൃ വില സൂചിക ഇങ്ങനെ -1.97 ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് തൊഴിലില്ല, അവർ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് തൊഴിൽ തേടി ഒരുപാട് പേര് പോയിരിക്കുന്നു. അവർ അയച്ചു കൊടുക്കുന്നതൊക്കെ വെച്ചാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതൊക്കെയാണ് പിന്നെ ബീഹാറിന്റെ അവസ്ഥ നോക്കി. അതുപോലെ തന്നെയാണ് UP മധ്യപ്രദേശും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് എന്താ പറഞ്ഞ ഈ 0.25% വില നിലവാരം താഴ്ന്നതിന്റെ ക്രെഡിറ്റ് മുഴുവനും കേന്ദ്ര ഗവൺമെന്റ് ആർക്കാ കൊടുത്തത്? GST റീസ്ട്രക്ചറിങ്ങിന്. എന്തായിരുന്നു GST റീസ്ട്രക്ചറിങ്? അതായത് പിന്നെ സെപ്റ്റംബർ 22-ാം തീയതിയാണ് GST റീസ്ട്രക്ചറിങ് നിലവിൽ വരുന്നത്. അപ്പൊ എന്തായിരുന്നു അതിനകത്ത്? 28% ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളുടെ 90%, 99% എങ്ങോട്ട് മാറ്റി? 18% മാറ്റി. 18% ഉണ്ടായിരുന്നതിന്റെ 99% എന്താണ് 5% മാറ്റി. ചിലതൊക്കെ വേണ്ടെന്നും നികുതിക്ക് പുറത്തുമാക്കി. പിന്നെ 12% എടുത്തു കളയുകയും ചെയ്തു. അപ്പൊ 18, 5 ഇങ്ങനെ 2 നിരക്കുകളേ ഉള്ളൂ എന്ന് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും വില കുറഞ്ഞ വാഹനങ്ങൾ തൊട്ട് പല ഭക്ഷ്യ പദാർത്ഥങ്ങളും ഒരുപാട് വില കുറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഒരുപാട് വില എന്ന് വെച്ചാൽ നികുതി കുറഞ്ഞു, നികുതി ഇല്ല, അപ്പൊ അതിനനുസരിച്ച് വില കുറച്ചിൽ ഉണ്ടാകുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഈ 0.25% വില നിലവാരം താണത് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ കാരണമായി കണ്ടെത്തിയത്. പക്ഷേ ആണോ? തീർച്ചയായിട്ടും അതല്ല അതിന്റെ പ്രധാന കാരണം. കാരണം ഈ പറയപ്പെട്ട GSTയിൽ വരുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ, അതിൽ വളരെ കുറെ ഉൽപ്പന്നങ്ങളുടെ മാത്രം വിലയിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. അപ്പൊ ഈ വിലയിൽ വന്ന മാറ്റം കൊണ്ട് മാത്രമല്ല ഉപഭോക്തൃ വില സൂചിക 0.25% താണത്, വേറെയും കാരണങ്ങൾ ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ സെപ്റ്റംബറിൽ, അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയ ഒരു ഉപഭോക്തൃ സർവേ ഉണ്ട്. ആ ഉപഭോക്തൃ സർവേ നമുക്ക് തരുന്ന വിവരം എന്താണ് ഒന്ന് നോക്കുന്നത് ഈ സമയത്തിൽ വളരെ പ്രയോജനം ഉണ്ടാകും. എന്താണ് റിസർവ് ബാങ്കിന്റെ പഠനം കഴിഞ്ഞത്? ആ പഠനത്തില് അവര് ഒരുപാട് പേരെ ഒരുപാട് മേഖലകളിൽ നിന്ന് സർവേ ചെയ്ത് അവരുടെ എന്താണ് ഉപഭോക്തൃ വിലകൾ എങ്ങനെയാണ് അവരെ സ്വാധീനിക്കുന്നത്, വിലകളുടെ നിലവാരം എന്താണ്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് സർവേ നടത്തിയത്. ആ സർവേ കണ്ടെത്തിയത് ഉപഭോക്തൃ വില 7.4%, ശരാശരി ഓൾ ഇന്ത്യ തലത്തിൽ ഉപഭോക്തൃ വില 7.4% എന്നാണ് കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ ആ കണ്ടെത്തൽ 101% ശരിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാരണം മനുഷ്യരുടെ കയ്യിൽ പർച്ചേസിംഗ് പവർ, വാങ്ങൽ ശേഷി ഉണ്ടെങ്കിലല്ലേ അവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കഴിഞ്ഞ വർഷം, അതായത് 2024 ആരംഭത്തില് അവരുടെ ഒരു ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടു. അതിനകത്ത് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ, അതായത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ 82.09 എന്നാണ് പറഞ്ഞിരുന്നത്. 82% പേർക്ക് തൊഴിൽ, അഭ്യസ്ത വിദ്യരായ 82% പേർക്ക് തൊഴിൽ ഇല്ല ഇന്ത്യയിൽ എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ അഭ്യസ്ത വിദ്യർ എന്ന് പറയുന്നത്? IIT നിന്നോ IIM നിന്നോ ഇറങ്ങുന്നവരെ അല്ല ഉദ്ദേശിക്കുന്നത്. അവരുണ്ട് പ്രീ ഡിഗ്രി ആൻഡ് എബവ്, പ്രീ ഡിഗ്രിക്ക് മുകളിൽ വിദ്യാഭ്യാസമുള്ളവരിൽ ആണ് അഭ്യസ്ത വിദ്യർ എന്ന് കണക്ക് കൂട്ടുന്നത്. ആ കൂട്ടത്തിലുള്ള 82% പേർ തൊഴിൽ രഹിതരാണ് ഇന്ത്യയിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് യഥാർത്ഥ കണക്കായി ഇന്ത്യ കൊണ്ടുവരുന്ന കണക്ക് നീതി ആയോഗ് നടത്തി, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന കണക്കുകളൊക്കെ വെള്ളം ചേർത്ത കണക്കുകളാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എപ്പോഴും, അതായത് BJP ഗവൺമെന്റിന് എപ്പോഴും അവരുടെ മുഖം മിനുക്കണം.
ഇപ്പോൾ തന്നെ നമ്മൾ ഉത്തരങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. ഏത് എങ്കിലും ഒരു കാര്യം റീസ്ട്രക്ചറിങ് നടത്തിയതിനു ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊണ്ടുള്ള ഒരു ഫുൾ പേജ് പരസ്യം, ഏത് പേപ്പർ എടുത്താലും ഒരു ഫുൾ പേജ് അല്ല, ചിലപ്പോൾ ഒരു പത്രത്തിൽ തന്നെ പല ഫുൾ പേജ് പരസ്യങ്ങൾ കാണാറുണ്ട്. റീസ്ട്രക്ചറിങ്, GST റീസ്ട്രക്ചറിങ് കാരണം ഇന്ന പ്രയോജനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു, ജനങ്ങളെ ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ GST കൊണ്ടുവന്ന ആ 2017 ജൂലൈയിൽ തന്നെ ഈ തരത്തിലും ഉണ്ടാക്കിയ മതിയായിരുന്നല്ലോ. അതായത് വില സംഹിത ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതെന്താ അന്ന് ചെയ്യാതിരുന്നത്? ഇപ്പോഴാണോ ജനങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയത്? ഇപ്പോഴേ അത് ജനങ്ങളെ ചേർത്ത് പിടിക്കുകയാണോ? ജനങ്ങളെ ചേർത്ത് പിടിക്കലാണെങ്കിൽ എന്താണ് വേണ്ടത്? ഇന്ധനത്തിന് GSTക്കകത്ത് കൊണ്ടുവരണം. അതാണ് പാർത്ഥസാരഥി ഷോം എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ടാക്സ് എക്സ്പേർട്ട് ആണ്. അദ്ദേഹമാണ് നമ്മുടെ വാല്യൂ ആഡഡ് ടാക്സിനെ പറ്റിയും നമ്മുടെ GSTയെ പറ്റിയൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം GST കൊണ്ടുവന്നതിന് ശേഷം എഴുതിയ പുസ്തകത്തില് ഈ ഇന്ധനം, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTക്കകത്ത് കയറ്റിയിട്ടില്ല എന്ന് കണ്ട് അദ്ദേഹം രോഷാകുലനായോ ദുഃഖിതനായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ബുക്കിനകത്ത് 171 പേജിലാണ് അദ്ദേഹം പറയുന്നത്, ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST. പെട്രോളിയം GSTക്കകത്തല്ലെങ്കിൽ അത് GST അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില സമസ്ത മേഖലകളിലും സമസ്ത വ്യക്തികളെയും ബാധിക്കുന്നതാണ്. നാം വാങ്ങിക്കുന്ന ഏത് ഉൽപ്പന്നങ്ങളിലും, നമ്മുടെ ഏത് യാത്രയിലും, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ ഇന്ധനത്തിന്റെ സാധ്യതകളുണ്ട്, ഇന്ധനത്തിന്റെ വില. അപ്പൊ ആ ഇന്ധനത്തിന്റെ വില നിയന്ത്രിക്കാൻ പറ്റണമെങ്കിൽ അതിനെ GSTയിൽ കൊണ്ടുവരണം. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ നികുതി ഉണ്ട്, അതില് കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതിയുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഇടുന്ന സെസ്സുണ്ട്, കേന്ദ്രം ഇടുന്ന സെസ്സുണ്ട്. ഇതെല്ലാം വന്നു ഭവിക്കുന്നത് പാവപ്പെട്ട പൗരന്റെ തലയിലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർത്ഥസാരഥി ഷോം പറഞ്ഞത് GSTയില് ഇന്ധനം കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് GSTയെ അല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ആ ക്രിറ്റിസിസം ഒക്കെ അറിഞ്ഞിട്ടാണ് ഈ റീസ്ട്രക്ചറിങ് നടത്തിയതിന്റെ പേരിൽ ഇത്ര വലിയ ആഘോഷം സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ്. അപ്പൊ തീർച്ചയായിട്ടും റിസർവ് ബാങ്കിന്റെ കണ്ടെത്തൽ 7.4 എന്നതാണ് ശരി, അല്ലാതെ 0.25 അല്ല ശരി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, 10,000 രൂപ വീതം കൊടുത്ത് ബീഹാറിൽ ജയിക്കാൻ പറ്റിയത്, BJP ഗവൺമെന്റ് ജയിക്കാൻ പറ്റിയത് അവിടുത്തെ ഇൻകം സ്ഥിതി, അതായത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി അത്ര മോശമാണ്. തൊഴിൽ രാഹിത്യം, അതുപോലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ള ഒരു ഏറ്റവും, അതായത് പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് സ്ത്രീകള് 10,000 കൊടുക്കാമെന്ന് പറഞ്ഞ് പുരുഷന്മാരും അവിടെ ഇല്ല, അവരൊക്കെ തന്നെ വോട്ടും ചെയ്യില്ല. അപ്പൊ അവര് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നു, അവിടെയുള്ള സ്ത്രീകളാണ് വോട്ട് ചെയ്യുന്നത്. അവർക്ക് 10,000 രൂപ കൊടുത്ത് BJP ഗവൺമെന്റ്, അതാണ് എന്താ പറയുക, ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്നത്, അഥവാ പൊളിറ്റിക്കൽ ഡിപ്ലോമസി. അതുവഴിയായിട്ടാണ് അവിടെ BJP ജയിച്ച് വന്നത്. അത് ഭരിക്കുന്ന പാർട്ടിക്ക് പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമല്ലേ 10,000 രൂപ വീതം, അതായത് 1.5 കോടി പേർക്ക് 10,000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ 15,000 കോടി രൂപയാണ് ഒറ്റയടിക്ക് ചെലവഴിക്കേണ്ടി വരിക. ഒരു സംസ്ഥാന ഗവൺമെന്റിന് അതിന് പറ്റില്ല. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് 1,500 കോടി ഇപ്പൊ കടമെടുക്കാൻ പോകുന്നു. ആ 1,500 കോടിയും കൂടി കടമെടുത്തു കഴിഞ്ഞാൽ ഇനി ക്രിസ്മസ് വരെ കടമെടുക്കാനേ പറ്റില്ല സംസ്ഥാന ഗവൺമെന്റിന്. അപ്പൊ ഒരു സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാല് ഇതുപോലെ 15,000 കോടിയൊന്നും വോട്ടേഴ്സിന് കൊടുത്ത് വോട്ട് മേടിച്ച് ജയിക്കാൻ ഒക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് അപ്പോഴും ഒരു കാര്യം ഓർക്കണം, ആരുടെ പണം എടുത്താണ് ഈ 10,000 കോടി വീതം ബീഹാറിലെ സ്ത്രീകൾക്ക് കൊടുത്തത്? ബീഹാറിൽ ഇതുവരെ ഭരിച്ചിരുന്ന, അതായത് 10ാമത്തെ പ്രാവശ്യമാണ് നിതീഷ് കുമാർ ഇപ്പോ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത്. അദ്ദേഹം കഴിഞ്ഞ 10 പ്രാവശ്യം മുഖ്യമന്ത്രി ആയപ്പോഴും എന്താണ് ബീഹാറിൽ ചെയ്തത്? അദ്ദേഹം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ബീഹാറിന്റെ വരുമാനം ഇതുപോലെ ആകുമായിരുന്നോ? അമർത്യ സെൻ പറഞ്ഞ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നുള്ളത് ഉറപ്പായിട്ടും നടപ്പാക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് എല്ലാം ചേർത്ത് പിടിക്കുന്നു. ആരെയാ ഇവരൊക്കെ ചേർത്ത് പിടിക്കുന്നത് എന്ന് നമ്മൾ വളരെ വകതിരിവോടെ നോക്കി കാണേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ.
അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിലേക്ക് ഒന്ന് വരാം. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ഉപഭോക്തൃ വില മറ്റ് 8.56, അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 0.25 ആയിട്ട് കണ്ടപ്പോഴാണ് നമുക്ക് 8.56% ഉയർന്നു നിൽക്കുന്നത് കാണേണ്ടി വന്നത്. അതെന്തുകൊണ്ടാണ് കേരളത്തിൽ? ഒന്നാമത് എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തെ പറ്റി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അതായത് പെർ ക്യാപിറ്റ ഇൻകം കൂടുതലുണ്ട്. അപ്പൊ ഒരു അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ 5ാമത്തെ ലാർജസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനമാണ്. നമുക്ക് മുകളില് നമ്മളെക്കാൾ കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള 4 സംസ്ഥാനങ്ങൾ വേറെയും ഉണ്ട്. ആ സംസ്ഥാനങ്ങളൊക്കെ ഉപഭോക്തൃ സംസ്ഥാനങ്ങളാണോ? അവയൊന്നും അങ്ങനെ വിളിക്കാറില്ല. അപ്പൊ ഈ മലയാളികൾക്ക് ഈ ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും ഒക്കെ അഡ്വർടൈസ്മെന്റ് കണ്ടാല് ഉടനെ ചാടി ഇറങ്ങി സാധനങ്ങൾ മേടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം തീർച്ചയായിട്ടും മലയാളികൾ കൈവിടിയേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് മാത്രമാണോ ആവശ്യത്തിലധികം വാങ്ങിക്കൂട്ടുന്നു? അതെ. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.4-നും 2.7-നും ഇടയ്ക്കാണ് കേരളത്തിന്റെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിന്റെ 10% അധികം മേടിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അനാവശ്യമാണ് പല സാധനങ്ങളും ആവശ്യമില്ലാതെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അവസാനം എറിഞ്ഞു കളയേണ്ട തരത്തിലാണ് നമ്മുടെ ഉപഭോക്തൃ സംസ്കാരം വളർന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും മാറ്റിയെടുത്തേ പറ്റുകയുള്ളൂ. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് കാണേണ്ട വേറെ പലതും ഉണ്ട്. സ്വർണം, അതായത് വേൾഡ് ഗോൾഡ് കൗൺസില് എന്താണ് അഭിപ്രായപ്പെടുന്നതെന്ന് അറിയാമോ? ഇന്ത്യയിൽ ആകെ വിൽക്കപ്പെടുന്ന, ഒഫീഷ്യലായിട്ട് വിൽക്കപ്പെടുന്ന 1000 ടൺ സ്വർണം, 1000 ടൺ, 800 ടണ്ണിനും 1000 ടണ്ണിനും ഇടയ്ക്കാണ് ഇന്ത്യയിൽ ആകെ വിൽക്കപ്പെടുന്ന സ്വർണം. അതില് 20% വിൽക്കപ്പെടുന്നത് കേരളത്തിലാണെന്നാണ് പറയുന്നത്. സ്വർണത്തിന്റെ വില 97,360 രൂപ വരെ എത്തിയിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തില്. അപ്പൊ എത്ര വില കൂടിയാലും മലയാളിയുടെ സ്വർണത്തോടുള്ള പ്രതിപത്തി കുറയില്ല. അപ്പൊ അങ്ങനെ സ്വർണ്ണ കമ്പം ഒരു കാരണം. ഇവിടുത്തെ ഉപഭോക്തൃ വില ഈ 8.56 ആയിരിക്കാനുള്ള ഒരു കാരണം ഈ സ്വർണത്തോടുള്ള കമ്പം. ഇനി രണ്ടാമത്, നമ്മള് കേര തിങ്ങും കേരള നാട്, കേരം തിങ്ങും കേരള നാട് എന്നാണ് ഒരു പാട്ടുള്ളത് അല്ലേ? പക്ഷേ ആ കേരം തിങ്ങും കേരള, ഇപ്പോഴും അതെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യുന്ന, കേരം കൃഷി ചെയ്യുന്ന നാട് കേരളം തന്നെയാണ്. പക്ഷേ 3ാമതാണ് ഉൽപാദനക്ഷമത. ഇപ്പൊ നമ്മളെക്കാൾ കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കർണാടകവും ആന്ധ്രയും തമിഴ്നാടും ഒക്കെ ഉണ്ട്. 3ാമതോ 4ാമതോ സ്ഥാനം മാത്രമേ കേരളത്തിന് ഇപ്പോൾ തേങ്ങ ഉൽപാദനത്തിലുള്ളൂ. എന്നിട്ടോ ഈ വർഷം ഒരുപാട് തെങ്ങ് പല രോഗങ്ങൾ കൊണ്ടും കേടായിപ്പോയി. അത് മാത്രവുമല്ല, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എല്ലാത്തിലും എന്താണ്, ഇപ്പൊ ഇന്നലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസർ വിൽപ്പന നടത്തുന്ന കമ്പനികളെ പിടിച്ചിരിക്കുന്നു. എന്തിനാണ്? അതിനകത്തൊക്കെ ഫ്രോഡ് നടത്തുന്നതിന്. അതിനകത്തൊക്കെ കെമിക്കൽസ് അല്ലാത്ത പല സാധനങ്ങളും ചേർത്താണ് വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് അപ്പൊ ഈ NPK കൃത്യമായ തോതിൽ ഇട്ടാൽ മാത്രമാണ് തെങ്ങിന്റെ വിള, തെങ്ങിന്റെ കായ്ഫലം നന്നായി കിട്ടുക. അതിന് ഭയങ്കര വിലയാണ്. വില മാത്രമല്ല, ഇപ്പൊ പറഞ്ഞതുപോലെ കൂട്ട്, അതായത് യഥാർത്ഥത്തിൽ വളമല്ലാത്ത സാധനങ്ങൾ കൂട്ടിച്ചേർത്ത്, വില കൂടുമ്പോഴാണല്ലോ കൂട്ടിച്ചേർത്ത് വിറ്റ് ലാഭം ഉണ്ടാക്കാനായിട്ട് കള്ളന്മാർക്ക് താല്പര്യം ഉണ്ടാവുക. അങ്ങനെ കമ്പനികളെ പിടിച്ചിരിക്കുന്നു എന്ന്, വിൽപ്പന കമ്പനികളെ പിടിച്ചിരിക്കുന്നു എന്ന് ഇന്നലത്തെ പത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കാരണം എന്ത് പറ്റി? കേരളത്തിൽ തേങ്ങയുടെ ഉൽപാദനം തീരെ കുറഞ്ഞു. 500-ലധികം രൂപ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്നു ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ. അപ്പൊ അത് കേരളത്തിന്റെ വിലക്കയറ്റം 8.56 ആകാൻ കാരണമായ ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉപഭോക്തൃ വരുമാനം 5ാമത്തെ ഹയസ്റ്റ് ഉപഭോക്തൃ വരുമാനമാണ് കേരളത്തിന്റെ എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസം കൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ മെച്ചപ്പെട്ട് നിൽക്കുന്ന കേരളത്തില് സാമാന്യം നല്ല രീതിയിലാണ് ഭക്ഷണത്തിനും ഒക്കെ വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പൊ അതൊക്കെ വില ഉയർത്തി നിർത്താൻ, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ പട്ടിണി പാവങ്ങളല്ല കേരളത്തിലുള്ളത്. പ്രവാസികൾ അയക്കുന്ന പണവും ഇവിടെ ഉള്ളവർ തന്നെ സമ്പാദിക്കുന്ന പണവും ഒക്കെ ആയിട്ട്
പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ ഉപഭോക്തൃ ചെലവുകൾ ഉയർന്നു നിൽക്കുകയാണ്. അതൊക്കെ ഇതിലേക്ക് വിലക്കയറ്റത്തിലേക്ക്, അതായത് ഈ വില 8.56% വരുന്നതിന് തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി അതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു കാര്യം നമ്മൾ ഓർക്കണം. അതായത് 40 ലക്ഷത്തിലേറെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇവര് 1250 അതിന് മുകളിലും ശമ്പളം കൂലി മേടിക്കുന്നവരുണ്ട്. 1250 രൂപയ്ക്ക് പകൽ പണിതിട്ട് രാത്രിയാകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീട് വൃത്തിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്ത് എക്സ്ട്രാ ഇൻകം നേടുന്നവരുണ്ട്. അവരുടെ നാട്ടിലൊന്നും അവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്തതാണ് ഇതുപോലെയുള്ള നേട്ടം. അപ്പൊ അതിൽ നിന്ന് അവരും മാന്യമായ രീതിയിൽ കൺസംഷന് വേണ്ടി, ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, ബാക്കി അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു. അപ്പൊ ഈ 40 ലക്ഷം പേരാണെന്ന് ഓർക്കണം ഇങ്ങനെ ഇവിടെ വന്ന് അവരുടെ ഉപജീവനം നടത്തുന്നത്. അതും നമ്മുടെ വിലക്കയറ്റത്തിന് കാരണമാണ്. അപ്പൊ ഇങ്ങനെ ഈ സ്വർണ്ണക്കമ്പം, ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷ്യവും അത് പാനീയങ്ങളുടെയും ഉപഭോഗം, അതുപോലെ ഈ 40 ലക്ഷത്തിലേറെ വരുന്ന തൊഴിലാളികൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം കുറച്ച്, അതുപോലെ തെങ്ങിന്റെ ഉൽപാദനം കുറഞ്ഞത്, നെൽകൃഷിയെല്ലാം നിന്നുപോയത്, ഇതൊക്കെ ഇവിടുത്തെ വില. അതായത് നമ്മൾ ഉപഭോഗത്തിനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, പണ്ട് തേങ്ങയും വെളിച്ചെണ്ണയും മേടിക്കേണ്ടായിരുന്നു, ഇപ്പൊ അതുപോലും നമ്മൾ മേടിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിലെ വിലക്കയറ്റം ഇത്ര ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വിലക്കയറ്റം എന്തായാലും ഓൾ ഇന്ത്യ തലത്തിലെ ഈ 0.25% ഉപഭോക്തൃ വില നിലവാരം എന്ന കണക്ക് ശരിയല്ല എന്ന് വിദഗ്ധർ പറയുന്നു. അങ്ങനെ പല പഠനങ്ങളും, CMIയുടെ പഠനങ്ങളുണ്ട്, അതൊക്കെ പറയുന്നത് അത് തെറ്റാണെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കണക്കുകൾ കുറച്ചുകൂടി കരുതലോടെ, അതായത് കേന്ദ്ര ഗവൺമെന്റ് സാധാരണ ഇപ്പോ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം കാണുന്ന ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ സുബ്രതോ മുഖർജി, അതായത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തിരുന്നയാള്, അദ്ദേഹം റിസൈൻ ചെയ്തു പോയി. അദ്ദേഹം എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തു പോയത്? യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തുന്ന കണക്കുകളൊന്നും കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടമല്ല. കേന്ദ്ര ഗവൺമെന്റിന് സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള, ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. അത് കൊടുക്കാൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇഷ്ടമല്ല. അതിനെ പറ്റി അതേ പറ്റിയുള്ള അനിഷ്ടം, പ്രധാനമന്ത്രിക്കുണ്ടായിരുന്ന അനിഷ്ടം, ആ അനിഷ്ടം എന്താ വെച്ചാൽ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഡേറ്റ ശരിയാക്കി കൊടുക്കണം. അത് കൊടുക്കാൻ സാധാരണ രീതിയിൽ എക്സ്പെർട്സ് ആരും തയ്യാറാവില്ല. അത് കാരണം കൊണ്ട് അദ്ദേഹം റിസൈൻ ചെയ്തു പോയി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് നിന്ന്. അങ്ങനെയാണ് ഇന്ത്യയിലെ കണക്കുകളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ ആ സ്ഥാനത്തേക്ക് വെക്കും. അങ്ങനെ അവരോട് പറയുന്നത് പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അവർ ഉണ്ടാക്കിയെടുക്കും. അതിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത് ഡേറ്റ കുക്കിംഗ് എന്നാണ്. കുക്കിംഗ്, ഡേറ്റ കുക്ക് ചെയ്യുന്നു എന്ന് അങ്ങനെയാണ് പറയുക. അപ്പൊ അങ്ങനെ കുക്ക് ചെയ്തെടുത്ത ഡേറ്റ അനുസരിച്ചായിരിക്കണം ഈ 0.25% ഉപഭോക്തൃ വില നിലവാരത്തിൽ എത്തിയത്. അത് ഒട്ടും വിശ്വസനീയമല്ല. ഏതായാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടെത്തിയ കണക്ക് നമുക്ക് അംഗീകരിക്കാവുന്ന കണക്കാണ്. അപ്പോൾ 7% മുകളിലാണ് ഉപഭോക്തൃ വില നിലവാരം.